ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഇൻട്രോൻ്റെ സ്ഥലം മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മിററിൻ്റെ അടുത്ത് വന്നിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നങ്ങനെ എത്രാമത്തെ 9ാമത്തെ നോമ്പായല്ലേ. ഇനി ഒരു നോമ്പും കൂടി നാളെയും കൂടി കഴിഞ്ഞാൽ 10 നോമ്പ്. ആദ്യത്തെ 10 നോമ്പ് നാളത്തോടെ തീരും. നോമ്പ് വരും പെട്ടെന്ന്, ഇപ്പം ഇങ്ങനെ പറന്നു പോകും. അല്ല അങ്ങനെ. അപ്പം ഇപ്പോൾ അത്താഴത്തിന് എണീച്ചിട്ടുള്ളത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റാറില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അത്താഴത്തിന് കായെല്ലാം പൊങ്ങിയിട്ട് കഴിക്കുമ്പോൾ കാണിക്കാട്ടാ. അങ്ങനെ എപ്പോഴും കായ് പൊങ്ങി തന്നെ കാണിക്കണം. എപ്പോഴും ഞാൻ കിച്ചൺ തന്നെ ഇൻട്രോ എടുക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്നിട്ട് ഇൻട്രോ എടുത്തിട്ടാ. ഒന്ന് എൻജോയ്ക്കോട്ടെ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ കായെല്ലാം പൊങ്ങിയതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരാൾ മാത്രം കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യുമോയെന്ന് വെച്ചിട്ട്. ആരും ഒരാളിട്ടോ. അപ്പോൾ ഹോം ടൂർ ചെയ്യേണ്ട സമയം ആയിട്ടില്ല. കാരണം കുറച്ച് പണിയൊക്കെ ഇവിടെ ബാക്കിയുണ്ട് അത്ര. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഹോം ടൂർ ചെയ്യാമെന്നാണ് വിചാരിച്ചേട്ടാ. ഷോർട്ട് വീഡിയോ എൻ്റെ വീഡിയോയിൽ എന്തായാലും ഹൗസ് വാമിൻ്റെ വീഡിയോയിൽ എന്തായാലും പറഞ്ഞ ഉള്ളിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഹോം ടൂറായിട്ട് ചെയ്യണമെന്ന് ഇൻഷാ അല്ലാഹ് കുറച്ച് കുഞ്ഞു പണിയും കൂടെ ഉണ്ട് ബാക്കിയുടെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ ഹോം ടൂർ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. ഒരാളെ ചോദിച്ചുള്ളൂ, ജസ്റ്റ് ഇങ്ങനെ വീഡിയോ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു സാധനം വാങ്ങിച്ചപ്പോൾ ഡൗട്ട് ഉണ്ടായിനി ഇതിൻ്റെ കളറ് പോകുന്നത്. കാരണം വെച്ചാൽ ഇത് ഓൾറെഡി വരുമ്പോൾ തന്നെ ഒരു 2-3 സ്ക്രാച്ച് പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട്. ഞാനിങ്ങനെ ഇപ്പോൾ ദിവസം നമ്മൾ ചായപ്പൊടി പഞ്ചസാര ദിവസം എടുക്കുന്ന സാധനമല്ല. അപ്പോൾ അത് തൊട്ടാവും കളറ് ഫെയ്ഡാവുമോ എന്നൊരു പേടിയായിരുന്നു. പക്ഷേ ഒരു കളറ് ഫെയ്ഡും ആയിട്ടില്ല കേട്ടോ. ഇതിന് കിട്ടിയ സമയത്ത് ഇങ്ങനെ ഈ മൂടി കൊണ്ടുവച്ച് ഇങ്ങനെ വരണിട്ട് ഇതായതാണ്. പക്ഷെ ഞാൻ ഓപ്പൺ ചെയ്തതിന് പിന്നെ ഞാൻ ഉപയോഗിച്ച് പിന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇത്രയും നന്നായിട്ട് വന്നിട്ട് കേട്ടോ. ഓക്കെ. ഇപ്പം അങ്ങനെ എവിടെയെങ്കിലും നല്ല വെളിഞ്ഞാൽ സ്ക്രാച്ച് ആകും എന്നല്ലാണ്ട് വെള്ളം കൊണ്ടാൽ പോകുന്ന കളറൊന്നല്ല കേട്ടോ ഇതിൻ്റെത്. അങ്ങനെ ഫെയ്ഡാകുന്നില്ല. കാരണം ഞാൻ വിചാരിച്ചത് 512 രൂപ 500 സംതിങ്ങിൻ്റെ വാങ്ങിച്ചിട്ട് 500 സംതിങ്ങിനൊക്കെ വാങ്ങിച്ചിട്ട് കളർ ഫെയ്ഡായി പോകും. കാരണം ഇതിലോട്ട് സ്ക്രാച്ച് അങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായി കളർ പോകുന്നില്ല. പക്ഷെ ഒരു കളറും പോകുന്നില്ല കേട്ടോ. എവിടെയും വലിയ സ്ക്രാച്ച് പോകുന്നത്. അതിപ്പോൾ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയിട്ട് ഇങ്ങനെ തൊടുമ്പോൾ മനസ്സിലാട്ടെ ഒരു മാറ്റ് ഫിനിഷിലാണ് ഈ സംഭവം വരുന്നത്. മാറ്റ് തൊടുമ്പോൾ കുറച്ചൊരു തൊടുമ്പോൾ തരി റഫായിട്ട് അങ്ങനെയല്ല, പക്ഷെ കാണുമ്പോൾ ഒരു മാറ്റ് ഫിനിഷാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഇങ്ങനെ വരഞ്ഞാൽ സ്ക്രാച്ച് ആവുന്നല്ലാണ്ട് നമ്മളിപ്പോൾ ദിവസം തൊട്ടിട്ടാകുമ്പോൾ കളറ് മാറ്റം വരും. ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അടിപൊളി സാധനം തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കോഫീൻ്റെ ഡബ്ബയിൽ കോഫീന്നുള്ള പേര് എഴുതിയിട്ടില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉണ്ടായിട്ടു. അപ്പോൾ എനിക്ക് ആ ടൈമിൽ ഹൗസ് വാമിൻ്റെ ആ ടൈം ആകുമ്പോഴത്തേക്ക് കിട്ടൂല ആദ്യം റിട്ടേൺ കൊടുത്തതിനാൽ. അപ്പോൾ അതുകൊണ്ടാണ് റിട്ടേൺ കൊടുക്കാണ്ടത്. ഞാൻ അതാണ് ഉണ്ടായിക്കോട്ടെ വെച്ച്. അപ്പോൾ ഞാൻ മാറ്റിയൊരു സാധനം ഉണ്ടായിരുന്നു. ഈ കുഞ്ഞു സ്പൈസി ജാറുകളുണ്ടാവും. അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ സാധനങ്ങളൊക്കെ കാണിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വേറെ ഓർഡർ ചെയ്തത് പൊട്ടിയോണ്ടാണ്. അതിന് വേറെ ഒരു ഓവൽ ഷേപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടേ. അത് ശരിക്കും ഒരു ബ്ലാക്ക് ഇരുമ്പിൻ്റെ ഇപ്പം ഒരു ലിഡ് വരുന്നത് ഇങ്ങനെ ടൈറ്റ് ആക്കുന്നതല്ലാതെ, അതായത് തിരിപ്പല്ലാണ്ട് ഒരു ലിഡ് ഉണ്ടായിട്ട്. അപ്പം അതെനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിട്ടാണ്. എനിക്ക് ഈ സ്ക്വയറിൻ്റെ ഒരു ടൈപ്പായിരുന്നു ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിട്ട്. അപ്പോൾ ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വേറൊന്നും കൂടി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് കൊണ്ടിരിക്കുന്ന ആ ടൈം ആകുമ്പോഴത്തേക്ക് കിട്ടിയെങ്കിൽ മറ്റേ റിട്ടേൺ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ സമയം കൊടിയിരിക്കൽ കഴിഞ്ഞിട്ടും അത് എത്തിയിട്ടുണ്ടായിട്ട്. പക്ഷേ ഞാനിത് സ്പൈസിൻ്റെ ഞാൻ വാങ്ങത്തെ ആ ഓൾ ഷേപ്പ് പറഞ്ഞില്ലേ, അത് ഞാൻ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. കാരണം വെച്ചാൽ അന്ന് തന്നെ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അന്ന് കത്തന്നെ ആക്കുമ്പോഴും പാക്കറ്റിനെ പൊളിച്ചിടുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിട്ടാ, പൊട്ടിച്ചിട്ടുണ്ടായിട്ടാ. ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചില പറക്കന്നെ ഉണ്ട് ഇങ്ങോട്ടേക്ക് ആ സാധനം എടുത്തിട്ട. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് 28-ാം തീയതി 27 കുടിയിരിക്കലിന് 28-ന് ആണ് 28-നോ 1-നോ അങ്ങനെ എന്തോ ആണ് ആ സാധനം എത്തുന്നത് കേട്ടോ. അപ്പോൾ ആ സാധനം
ഇവിടെ കാണുന്നത് 6 കണ്ട. എനിക്ക് സ്ക്വയർ ആണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടി. ആ ഓവൽ ഷേപ്പ് വേണ്ടാന്ന് ഉണ്ടായത്. പക്ഷെ അത് ഇതിനും ചെറിയൊരു വ്യത്യാസമുണ്ട്. ശരിയാവുന്ന രസം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിന് 272. ആ ഓവൽ ഷേപ്പ് ഉണ്ടായി 234 കേട്ടോ. ഇത് 272 നല്ല അടിപൊളി സാധനമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെന്താണ്? ഓക്കെ, ഞാൻ ഇന്ന് കായ് പോകുന്ന എടുക്കുന്നതിന് പകരം ഇതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ട് ഇടയിൽ. ഓക്കെ, ഈ ഷുഗർ ബോക്സിൻ്റെ ഈ ഷുഗർ ടീ ഇതിൻ്റെ കണ്ടെയ്നർ ഇത് വേണമെങ്കിൽ പറഞ്ഞ് ജസ്റ്റ് ഷോർട്ട്സായിട്ട് ഇടാം. കാരണം ഇതുവരെ എൻ്റെ വീഡിയോ ആര് കാണുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഈ പറയുന്നത് ഗൈസ്, അങ്ങനെ ഇപ്പോൾ സമയം 4:30 മണിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് എന്താണ് ഇന്ന് റണിപ്പോളയാണ് ആക്കാൻ പോകുന്നത് കേട്ടോ. റണിപ്പോളിലോട്ട് കാര്യമുണ്ട് ചുടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതവിടെ ഗ്ലാസ് പാല്, 1 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ, 3 മുട്ട, പിന്നെ ഇതിൻ്റെ മസാല ചിക്കൻ പൊരിച്ചിട്ട് മസാല ഇട്ടതാണ് കേട്ടോ. സാധാ കരിയപ്പത്തിനകത്തിനകത്ത് മസാല, പിന്നെ ക്യാപ്സിക്കം മുകളിൽ ജസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്, അതുപോലെ മല്ലിച്ചപ്പും കറിവേപ്പിലയും. മൈദയും കൂടി വേണം, നേരത്തെ കാണിക്കാൻ മറന്നു കേട്ടോ. നമുക്ക് മൈദയും കൂടി ഇടണേ. അപ്പോൾ ഇതാ ഇവിടെ ഒരു നമുക്ക് എന്താണ് റണിപ്പോള ചൂടാണിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടായതിന് ശേഷം നമുക്ക് ഇതിനടിക്കൊരു പാത്രം വെച്ചേക്കണം, അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും വെന്ത് കിട്ടാൻ. അപ്പോൾ അതുകൊണ്ട് അടിയിലൊരു പാത്രം വെക്കണം. അപ്പോൾ ചൂടായതിന് ശേഷം എടുത്ത് മാറ്റിയിട്ട് പാത്രം വെക്കാം കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ പാത്രം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫസ്റ്റ് നമുക്ക് എണ്ണ വയ്ക്കുന്നവരെ ചൂടാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ റാണിപ്പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ രാത്രിത്തേക്കുള്ള പണി നോക്കാം. അപ്പോൾ രാത്രിത്തേക്ക് പരിപ്പും മുരിങ്ങക്കോലും ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്കൊക്കെ ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ജ്യൂസൊക്കെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പോൾ ഇതാ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ റാണിപ്പോളം. ഓക്കെ, അപ്പോൾ അന്ന് ഫസ്റ്റ് നോമ്പിന് തുടങ്ങുമ്പോൾ ഞാൻ ആക്കി വെച്ച് കരിയപ്പം 2 എണ്ണം ബാക്കിയുണ്ടായിന്. അപ്പോൾ ആ 2 എണ്ണം ഒന്ന് പൊരിച്ചേക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഒരു കാട് 2-3 എണ്ണം ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അതിൻ്റെ കൂടെ. പിന്നെ ഇത് രാത്രിത്തേക്കുള്ള കോഴി പൊരിച്ചാണ് കേട്ടോ ഗൈസ്. സമയം 6:20 കേട്ടോ. ഞാനിപ്പം രാത്രിത്തേക്കുള്ള ദോശ ഇട്ടുകൊണ്ടിരിക്കുന്നു. കറിയായി, പരിപ്പ് കോഴി വെണ്ടയ്ക്കൊക്കെ ഇട്ടിട്ട് കറി വെച്ചു. പിന്നെ കോഴി വെച്ച് കാണിച്ചില്ലേ, കോഴി വെച്ച് കാണിച്ചു. പാഷൻ ഫ്രൂട്ട് ജ്യൂസിക്കാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. റാണിപ്പോളയും കാണിച്ചു. അപ്പോൾ എല്ലാം സെറ്റായി. ഇപ്പോൾ ദോശ കൂടി ചുട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കലാസ് കഴിക്കാൻ വേണ്ടി.
ഇന്നത്തെ വീഡിയോ ഞാൻ ഇതേപോലെ വൈൻഡപ്പാണ്. ഫുഡ് കഴിക്കുന്നൊന്നും എടുക്കുന്നതില്ല കേട്ടോ. ഇപ്പം മൈരിസ്കാരം കഴിഞ്ഞ് ഓതാൻ വേണ്ടി പോകുന്നു. അപ്പം ഇത്രയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഷെൻസു അവിടെ ഉമ്മാടത്തുനിന്ന് നോമ്പ് കുറിച്ചിട്ടാണ്. സിയുവിൻ്റെ ഫ്രണ്ട്സിൽ നോമ്പ് ഉണ്ടായി. അപ്പോൾ ഓള് ഷെൻസു സിയാൻ്റെ ചങ്ങായി എന്ന് പറയുന്നത് ഓക്ക് ഓളെ ചങ്ങായിമാരെ പോലെ തന്നെയാണ്. അപ്പോൾ ഓള് ആടുന്ന് കഴിച്ച് ആട് നോമ്പ് കുറിച്ച് ഒക്കെ അങ്ങനെയാണ്. അങ്ങനെ എന്താണ് അവളങ്ങനെ ആടുന്ന് നോമ്പ് കുറിച്ച്. അപ്പോൾ നമ്മൾ ഇവിടെ നോമ്പ് കുറിച്ച് ഞാൻ കൈയുണ്ടായിട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ ഖുർആൻ ഓതാൻ വേണ്ടി പോകുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ എഴുതുന്നത്. ബൈ.